ഒരു കാലഘട്ടത്തിൽ എൻ്റെ ശബ്ദം എൻ്റെ അഹങ്കാരമായിരുന്നു. പിന്നെ കാലാന്തരത്തിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും സീരിയൽ നടനായും സിനിമാ നടനായും എല്ലാം പരിണമിച്ചപ്പോഴും എൻ്റെ ശബ്ദം എൻ്റെ അലങ്കാരമായി തന്നെ തുടർന്നു. എൻ്റെ ശബ്ദത്തിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതായി ഞാൻ മനസ്സിലാക്കി. ശബ്ദത്തിൻ്റെ ഇടർച്ച പതിയെ പതിയെ കൂടിക്കൂടി വന്നു. ഡോക്ടർമാർ വോക്കൽ കോണിനെ ചുറ്റി 6 വർഷത്തോളം വളർച്ചയുള്ള ഒരു ക്യാൻസർ രഹിത ട്യൂമർ കണ്ടെത്തി. ഉടൻ സർജറി ചെയ്ത് ട്യൂമർ മാറ്റിയെങ്കിലും എൻ്റെ വോക്കൽ കോഡ് പാരാലിസിസിലേക്ക് പോയി. നിഷിൽ സ്പീച്ച് തെറാപ്പിക്കായി വരുന്ന കുഞ്ഞു കുട്ടികളെപ്പോലെ അവരിലൊരാളായി ഞാനും പുതുപ്രതീക്ഷയിൽ നിഷിൻ്റെ മുറ്റത്തേക്ക് കാലഘട്ടത്തിൻ്റെ നിയോഗമെണ്ണം എത്തിപ്പെട്ടു. അവർ എനിക്ക് പ്രത്യാശയും ആത്മധൈര്യവും തന്നു. ഇനി ഒരിക്കലും ഒരുപക്ഷെ സംസാരിക്കില്ല എന്ന് കരുതിയിടത്തു നിന്ന് ഇന്ന് ആഗ്രഹിച്ചതിലും ആശിച്ചതിലും ഏറെ നേടി ഞാൻ ഒരു അത്യാഗ്രഹിയായ മനുഷ്യനെ പോലെ എൻ്റെ പഴയ ശബ്ദത്തേക്കാൾ മികച്ച ശബ്ദം ഈ തെറാപ്പിയിലൂടെ നേടിയെടുക്കാൻ കഴിയുമോ എന്ന് ചിന്തിച്ച് ഞാൻ യാത്ര തുടരുന്നു. ഒരു കാലഘട്ടത്തിലും പാടാൻ പോലും കഴിയാതിരുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ആരും കാണാതെ വെറുതെ പാടി നോക്കാറുണ്ട്. എനിക്ക് പറയാനുള്ളത്, പൂർണ്ണമായ പരാലിസിസിലായിരുന്ന ഒരുപക്ഷെ ഇനി സംസാരിക്കാൻ സാധ്യതയില്ല എന്ന് വിധി എഴുതിയ എൻ്റെ വോക്കൽ കോഡ് ഉപയോഗിച്ച് ഇന്ന് ഈ വിധത്തിൽ സംസാരിക്കാൻ എനിക്ക് കഴിയുന്നുവെങ്കിൽ നിങ്ങൾക്കും ധൈര്യമായി നിഷിലേക്ക് കടന്നു വരാം. ഞാൻ പക്ഷേ ഇപ്പോഴും തെറാപ്പി നിർത്തിയിട്ടില്ല. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ചിലപ്പോൾ ഞാൻ ഇനി ഒരു ഗായകൻ കൂടി ആയാലും. I am ready.